വെൽക്കം ടു യശോദ് ഹൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോട്ടേജ് ചീസാണ്. കോട്ടേജ് ചീസ് എന്താണ്? കോട്ടേജ് ചീസ് ദിസ് മീൻസ് സോഫ്റ്റ് അൺറൈപ്പൻഡ് ചീസ്. നമ്മൾ നേരത്തെ ചെദാർ ചീസിൽ റൈപ്പൻഡ് എന്നാണല്ലേ പഠിച്ചത്. ഇവിടെ കോട്ടേജ് ചീസ് അൺറൈപ്പൻഡ് ചീസാണ്, സോഫ്റ്റ് ആണ്. ഒപ്റ്റൈൻഡ് ബൈ കൊയാഗുലേഷൻ ഓഫ് പാസ്ചറൈസ്ഡ് സ്കിംഡ് മിൽക്ക് ഓഫ് കൗ ഓർ ബഫലോ or mixtures thereof with cultures of harmless lactic acid bacteria with or without the addition of other suitable coagulating enzymes. Then creamed cottage cheese ഉണ്ട്. അതെന്ന് പറയുന്നത് കോട്ടേജ് ചീസ് തന്നെയാണ്. ടു വിച്ച് എ പാസ്ചറൈസ്ഡ് ക്രീമി മിക്സ്ചർ ഓഫ് ക്രീം, skimmed milk, condensed milk, non-fat dairy milk protein, sodium or potassium, calcium or ammonium caseinate is added. It shall have a soft texture with a natural white color. കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട മോയ്സ്ചർ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 80%. പിന്നെ മിൽക്ക് ഫാറ്റ് ഇൻ ക്രീംഡ് കോട്ടേജ് ചീസിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 4%. മാനുഫാക്ചറിങ് ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ റിസീവിങ് എന്താണ്? പാസ്ചറൈസ്ഡ് സ്കിം മിൽക്ക്, ദെൻ ആഡിങ് കാൽഷ്യം ക്ലോറൈഡ്, ആഡിങ് സ്റ്റാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടർ കൾച്ചർ, ആഡിങ് റെനട്ട്, സെറ്റ് ചെയ്യാൻ അനുവദിക്കുക, ദെൻ കട്ടിങ്, കുക്കിംഗ്, ഡ്രെയിനിങ് ഓഫ് വേ, വാഷിംഗ് ആൻഡ് ഡ്രെയിനിങ് ദ കേർഡ്, സോൾട്ടിങ്, ക്രീമി, പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെദാർ ചീസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതുകൊണ്ട് ഇതിലെ ടേംസുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തത് നമുക്ക് നോക്കാം പ്രോസസ്ഡ് ചീസ്. ഡെഫിനേഷൻ എന്താ? പ്രോസസ്ഡ് ചീസ് മീൻസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൈൻഡിങ്, മിക്സിംഗ്, മെൽറ്റിംഗ് ആൻഡ് എമൽസിഫൈയിങ് വൺ ഓർ മോർ വെറൈറ്റീസ് ഓഫ് ചീസസ് വിത്ത് ദി എയ്ഡ് ഓഫ് ഹീറ്റ് ആൻഡ് എമൽസിഫൈയിങ് ഏജൻസ്. ഓക്കെ, മറ്റ് ചീസിൻ്റെ ഒന്നോ അതിൽ കൂടുതലോ എന്ത് ചെയ്യാണ്? വെറൈറ്റീസ് ഓഫ് ചീസസിനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ചീസാണ് പ്രോസസ്ഡ് ചീസ് എന്ന് പറയുന്നത്. അവിടെ ഗ്രൈൻഡിങ്, മിക്സിംഗ്, മെൽറ്റിംഗ്, എമൽസിഫൈയിങ് പ്രോസസ്സ് നടത്തിയിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഇതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് മോയ്സ്ചർ നോട്ട് മോർ ദാൻ 47%, മിൽക്ക് ഫാറ്റ് ഓൺ ഡ്രൈ ബേസിസ് ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 40%. മാനുഫാക്ചറിങ് വരുന്നത് ചീസുകളിൽ നിന്നല്ല ഇതിനെ ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ആദ്യം റിസീവ് ചെയ്യുന്നത് റോ ചീസാണ്, അനലൈസ് ചെയ്യുന്നു, ദെൻ സെലക്ടിങ് ഫോർ ബ്ലെൻഡിങ്, ടെമ്പറിങ് ആൻഡ് ക്ലീനിങ്, ക്വാർട്ടറിങ് ആൻഡ് ഗ്രൈൻഡിങ്, ദെൻ എന്താണ്? പ്രോസസ്സിങ്, പാക്കേജിങ്, കൂളിംഗ്, സ്റ്റോറേജ്. ദെൻ പാക്കിംഗ് ആൻഡ് സ്റ്റോറേജ് പറയുമ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് processed cheese chiplets, packed sliced cheese when sold in a package other than tin shall not contain more than 50% moisture. അപ്പോൾ ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ പ്രോസസ്ഡ് ചീസ് സ്പ്രെഡ് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മീൻസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൈൻഡിങ്, മിക്സിംഗ്, മെൽറ്റിംഗ് ആൻഡ് എമൽസിഫൈയിങ് വൺ ഓർ മോർ വെറൈറ്റീസ് ഓഫ് ചീസ് വിത്ത് എമൽസിഫൈയിങ് ഏജൻസ് വിത്ത് ദി എയ്ഡ് ഓഫ് ഹീറ്റ്. സെയിം തന്നെ ഇവിടെ പിന്നെ ഹീറ്റും കൂടി വരുന്നുണ്ട്. കമ്പോസിഷൻ വരുന്നത് മോയ്സ്ചർ നോട്ട് മോർ ദാൻ 60%, മിൽക്ക് ഫാറ്റ് ഓൺ ഡ്രൈ ബേസിസ് നോക്കുകയാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 40%. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയയാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഐസ്ക്രീം, കുൽഫി, ചോക്ലേറ്റ് ഐസ്ക്രീം ഓർ സോഫ്റ്റി ഐസ്ക്രീം means the product obtained by freezing a pasteurized mix prepared from milk or other products derived from milk. Frozen product, മിൽക്കിൻ്റെ ഒരു ഫ്രോസൺ പ്രൊഡക്റ്റ് ആണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇതിലെ റിക്വയർമെൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ടോട്ടൽ സോളിഡ്സ് എത്രയാണ്? നോട്ട് ലെസ് ദാൻ 20%. മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 2%. മിൽക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 3.5%. ക്ലാസിഫിക്കേഷൻ പലതരത്തിലുള്ള ഐസ്ക്രീംസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. പ്ലെയിൻ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ എമൗണ്ട് ഓഫ് ദി കളർ ആൻഡ് ഫ്ലേവറിംഗ് ഇൻഗ്രീഡിയൻസ് ഈസ് ലെസ് ദാൻ 5%. ദെൻ എക്സാമ്പിൾ വാനില, കോഫി, മേപ്പിൾ ആൻഡ് കാരമൽ ഐസ്ക്രീം. ദെൻ ചോക്ലേറ്റ് ഐസ്ക്രീം, ഓരോന്നിൻ്റെയും കണ്ടൻറ്റ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരും. ഫ്രൂട്ട് ഐസ്ക്രീം ആണെങ്കിൽ അതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത്, നട്ട് ഐസ്ക്രീം ആണെങ്കിൽ നട്ട്സ്, അങ്ങനെ ഐസ് മിൽക്ക്, ഐസസ്, ഷെർബറ്റ്സ്, നോവൽറ്റീസ്, പുഡിങ്സ്, ഫാൻസി മോൾഡഡ് ഐസ്ക്രീം, സോഫ്റ്റ് സെർവ് ഐസ്ക്രീം, കുൽഫി. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്ട്സ്. ദെൻ മാനുഫാക്ചറിങ് നോക്കുക. സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസിൻ്റെ സെലക്ട് ചെയ്യുന്നു, ഫിഗറിങ് ദ മിക്സ്, എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യുന്നു, പാസ്ചറൈസേഷൻ ചെയ്യുന്നു, ഹോമജനൈസേഷൻ ചെയ്യുന്നു, കൂളിംഗ് ചെയ്യും, ഏജിങ് ചെയ്യുന്നു, ഫ്രീസിങ് ചെയ്യുന്നു, ദെൻ എന്താണ്? പാക്കേജിങ്, ദെൻ ഹാർഡനിങ് ഓഫ് ഐസ്ക്രീം, സ്റ്റോറേജ് ഓഫ് ഐസ്ക്രീം. ഓക്കെ, ഇനി ഇതിൽ നോക്കാനുള്ളത് ഐസ് ഇൻഗ്രീഡിയൻസ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡയറി ആൻഡ് നോൺ ഡയറി പ്രൊഡക്ട്സ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇതിൻ്റെ കമ്പോസിഷൻ, 2 ഇതിലെ എന്തോ ഇതിൽ യൂസ് ചെയ്യുന്ന ഏജൻസ്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫക്റ്റുകൾ, പിന്നെ 4 ഇതിൽ പെർസെൻറ്റേജ് റണ്ണിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത്രയും നോക്കാം. ഓക്കെ,
അപ്പോൾ ഡയറി ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഡയറി പ്രൊഡക്റ്റും നോൺ ഡയറി പ്രൊഡക്റ്റും ഉണ്ട്. ഡയറി പ്രൊഡക്റ്റിലാണെങ്കിൽ സോഴ്സസ് ഓഫ് ഫാറ്റിൻ്റെ സോഴ്സായിട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? സ്വീറ്റ് ക്രീം യൂസ് ചെയ്യാം, ഫ്രോസൺ ക്രീം യൂസ് ചെയ്യാം, അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാം, ബട്ടർ ഓയിൽ യൂസ് ചെയ്യാം. ഇനി മിൽക്കിൻ്റെ സോഴ്സായിട്ട് ഏതാ? SNF യൂസ് ചെയ്യാം, സ്കിം മിൽക്ക് യൂസ് ചെയ്യാം, സ്കിം മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം, കണ്ടൻസ്ഡ് സ്കിം മിൽക്ക് യൂസ് ചെയ്യാം, സ്വീറ്റ് ക്രീം ബട്ടർ മിൽക്ക് യൂസ് ചെയ്യാം. ഇനി സോഴ്സ് ഓഫ് ബോത്ത് ഫാറ്റ് ആൻഡ് എന്താണ് മിൽക്ക് SNF സോളിഡ് നോട്ട് ഫാറ്റിനാണെങ്കിൽ ഹോൾ മിൽക്ക് യൂസ് ചെയ്യാം, ഹോൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം, കണ്ടൻസ്ഡ് ഹോൾ മിൽക്ക് യൂസ് ചെയ്യാം, ഇവാപ്പറേറ്റഡ് മിൽക്കും യൂസ് ചെയ്യാം. ദെൻ നോൺ ഡയറി പ്രൊഡക്ട്സിൽ വരുന്നത് സ്വീറ്റനിങ് ഏജൻറ്റ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ്? കെയിൻ ഷുഗർ, കോൺ സിറപ്പ് സോളിഡ്സ്, ഇൻവേർട്ട് ഷുഗർ, സാക്കാരിൻ യൂസ് ചെയ്യാം. ഇനി സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് ആനിമൽ സോഴ്സിലുള്ള ജെലാറ്റിൻ യൂസ് ചെയ്യാം, വെജിറ്റബിൾ ഒറിജിനിലുള്ള സോഡിയം ആൽജിനേറ്റ് യൂസ് ചെയ്യാം, പിന്നെ ഗ്വാർഗം യൂസ് ചെയ്യാം. ദെൻ സ്റ്റെബിലൈസേഴ്സ് വിച്ച് ആർ പെർമിറ്റഡ് ആൻഡ് യൂസ്ഡ് ഇൻ ഐസ്ക്രീം മേക്കിംഗ് ആർ ജെലാറ്റിൻ, സോഡിയം ആൽജിനേറ്റ്, കരാജിനൻ, അഗാർ കാർബോക്സിമീഥൈൽ സെല്ലുലോസ്, പെക്റ്റിൻ, ഗ്വാർഗം, പിന്നെ എന്താണ് മറ്റ് ഗമ്മുകൾ. ഇനി എമൽസിഫയേഴ്സ് ആയിട്ട് മോണോ ഓർ ഡൈഗ്ലിസറൈഡ്സ് ഓഫ് ഫാറ്റ് ഫോമിങ് ഫാറ്റി ആസിഡ്സ്. ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം, വാനില, സ്ട്രോബെറി, പൈനാപ്പിൾ എക്സെട്ര. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ, യെല്ലോ, പിങ്ക് ഇതെല്ലാം എന്താണ് FSSAI അംഗീകരിച്ചിട്ടുള്ള കളേഴ്സാണ്, ഫുഡ് ഗ്രേഡ് കളേഴ്സ് ആഡ് ചെയ്യുന്നത്. ദെൻ എഗ് സോളിഡ്സ് ആണെങ്കിൽ എന്താ യോക്ക് സോളിഡ്സ്, അത് ഇതിനെ വിപ്പിംഗ് അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആ വിപ്പിംഗ് എബിലിറ്റീനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ് സോളിഡ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും യൂസ് ചെയ്യാം. ഇനി ഇതാണ് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നത്. ഇതിലിപ്പോൾ പെർസെൻറ്റേജ് ഓവർ റൺ, അതായത് ഓവർ റൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓവർ റൺ ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദി വോളിയം ഓഫ് ഐസ്ക്രീം ഒബ്റ്റൈൻഡ് ഇൻ എക്സസ് ഓഫ് ദി വോളിയം ഓഫ് ദി മിക്സ്. ഓക്കെ, എക്സസ് ആയിട്ട് വരുന്ന വോളിയം ഓഫ് ഐസ്ക്രീം. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ദിസ് ഇൻക്രീസ്ഡ് വോളിയം ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് ദി എയർ ഇൻകോർപ്പറേറ്റഡ് ഡ്യൂറിങ് ദി ഫ്രീസിങ് പ്രോസസ്സ്. അപ്പോൾ ഈ ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറയുന്നത് അവിടെ ആ ഫ്രീസിങ് പ്രോസസ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എയർ കാരണം. അപ്പോൾ പെർസെൻറ്റേജ് ഓവർ റണ്ണിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. നമ്മളത് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പെർസെൻറ്റേജ് ഓവർ റൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഐസ്ക്രീം മൈനസ് വോളിയം ഓഫ് മിക്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് മിക്സ് ഇൻറ്റു 100. പിന്നെ പാക്കിംഗ് ആൻഡ് സ്റ്റോറേജ്, ടെമ്പറേച്ചറൊക്കെ നോക്കുക. ഇനി നമുക്ക് റോൾ ഓഫ് സ്റ്റെബിലൈസേഴ്സ് നോക്കാം, റോൾ ഓഫ് എമൽസിഫയേഴ്സ് നോക്കാനുണ്ട്, അതുപോലെ റോൾ ഓഫ് മിൽക്ക് ഫാറ്റ്, മിൽക്ക് SNF, സ്വീറ്റ്നേഴ്സ്, ഇത്രയും നമുക്ക് നോക്കാം ഐസ്ക്രീമിൽ. അപ്പോൾ സ്റ്റെബിലൈസേഴ്സ് എന്തിനാണ്? സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റെബിലൈസ് എന്ന് വെച്ചാൽ എന്താണ്? ടു ഹോൾഡ് അല്ലേ, ടു ഹോൾഡ് സ്റ്റഡി, അങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ സ്റ്റെബിലൈസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ വിസ്കോസിറ്റി ഓഫ് ദി മിക്സ്, ടു സ്റ്റെബിലൈസ് ദ മിക്സ്, ദാറ്റ് ഈസ് ടു പ്രിവെൻറ്റ് വേയിങ് ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലിക്വിഡ്, ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അങ്ങനെ റിജിഡായിട്ടിരിക്കണ്ടേ, അതിൽ നിന്ന് ലിക്വിഡ് ഊസ് ഔട്ട് ആവുകയാണെങ്കിൽ, ലീക്ക് ആവുകയാണെങ്കിൽ അത് ശരിക്കുള്ള ഒരു എന്താണ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റെബിലൈസേഴ്സിനെ യൂസ് ചെയ്യാം. To help in suspension of flavoring particles, to produce a stable form with the desired stiffness at the time of packaging, to reduce or slow down the growth of lactose crystals during storage, mainly during temperature fluctuations. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലാക്ടോസ് ഷുഗർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഈ ഒരു തണുപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടോ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതെ തടയാനും ആർക്ക് പറ്റും? സ്റ്റെബിലൈസേഴ്സിന് പറ്റും. ദെൻ റോൾ ഓഫ് എമൽസിഫയേഴ്സ് നോക്കാം. ദേ പ്രൊമോട്ട് ന്യൂക്ലിയേഷൻ ഓഫ് ഫാറ്റ് ഡ്യൂറിങ് ഏജിങ്, ദസ് റെഡ്യൂസിങ് ഏജിങ് ടൈം കുറയ്ക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ, ഈ ഐസ്ക്രീമിലുള്ള ഫാറ്റിൻ്റെ ന്യൂക്ലിയേഷനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഈ ന്യൂക്ലിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഐസ് കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഐസ് ആവും അല്ലേ. അപ്പോൾ ഈ കംപ്ലീറ്റ് ഐസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും വാട്ടറിൻ്റെ ക്രിസ്റ്റലാണ്. അപ്പോൾ അത് ആ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇനീഷ്യൽ ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ആ ഒരു ഫിസിക്കൽ ചേഞ്ച് ഒന്ന്, ഒരു ഫേസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങുന്നത്. എന്നാൽ അവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, അതാണ് ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
ഫാറ്റ് ക്രിസ്റ്റലായിട്ട് മാറുന്നില്ല, പക്ഷെ ഒന്ന് ആ ഒരു ന്യൂക്ലിയേഷൻ ക്രിസ്റ്റലിൻ്റെ ആ ഒരു ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏജിങ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവ് ദ വിപ്പിംഗ് എബിലിറ്റി ഓഫ് ദി മിക്സ്. നന്നായിട്ട് ബീറ്റ് ചെയ്തല്ലേ ഈ ഐസ്ക്രീമൊക്കെ ആ ഒരു ഫോമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അതിനെ ഇംപ്രൂവ് ചെയ്യും. പ്രൊഡ്യൂസ് എ ഡ്രൈ ആൻഡ് സ്റ്റിഫ് ഐസ്ക്രീം. ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ഷ്രിങ്കേജ്, ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് കൊയാസ് ഓർ ഐസി ടെക്സ്ചർ. ദെൻ എന്താണ്, പ്രൊവൈഡ് സ്മൂത്ത് ടെക്സ്ചർ ഇൻ ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അടുത്തത് റോൾ ഓഫ് മിൽക്ക് ഫാറ്റ് ഇൻ ഐസ്ക്രീം ആണെങ്കിൽ മെയിനായിട്ട് ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഇറ്റ് ടെൻസ് ടു റിട്ടാർഡ് ദ റേറ്റ് ഓഫ് വിപ്പിംഗ്. ലെസിത്തിൻ കണ്ടെയ്ൻഡ് ഇൻ മിൽക്ക് ഫാറ്റ് ഹാസ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദി ഫ്ലേവർ ആൻഡ് ടാക്ച്വൽ qualities of ice cream. Then it contributes to smoothness of texture and contributes to body and melting resistance of the product. It does not lower the freezing point of mix. അടുത്ത റോൾ ഓഫ് മിൽക്ക് ഇൻ SNF. മിൽക്ക് SNF ആണെങ്കിൽ എന്താണ്, MSNF, അതാണ് മിൽക്ക് സോളിഡ് നോട്ട് ഫാറ്റ്, MSNF, increases viscosity and resistance to melting but also lowers the freezing point. Lactose adds slightly to the sweet taste and minerals tend to have a slightly salty taste. സ്വീറ്റും സോൾട്ടി ടേസ്റ്റും അതാണ് പറയുന്നത്. ദെൻ പ്രോട്ടീൻസ് ഹെൽപ്പ് ടു മേക്ക് ഐസ്ക്രീം മോർ കോമ്പാക്റ്റ് ആൻഡ് സ്മൂത്തർ. അപ്പോൾ നമ്മൾ മിൽക്ക് SNF അല്ലേ പറയുന്നത്. SNF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഒഴികെയുള്ള മറ്റ് സോളിഡ്സ്. അപ്പോൾ അതിൽ ലാക്ടോസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. സോ അവരുടെയൊക്കെ ഓരോ കോൺട്രിബ്യൂഷനാണ് പറയുന്നത്. സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കുന്നതും സോൾട്ട് ടേസ്റ്റ് കൊടുക്കുന്നതും സ്മൂത്തറായിട്ട് അപ്പിയർ ചെയ്യുന്നതും ഒക്കെ. ദെൻ റോൾ ഓഫ് സ്വീറ്റ്നേഴ്സ് ആണെങ്കിൽ ടു ഇൻക്രീസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, സ്വീറ്റ്നർ ആഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് കാരണം എന്തൊക്കെയാണ്, ഇറ്റ് ഇൻക്രീസസ് ദ വിസ്കോസിറ്റി ആൻഡ് TS കണ്ടന്റ് ഓഫ് മിക്സ്. ദിസ് ഇംപ്രൂവ്സ് ദ ബോഡി ആൻഡ് ടെക്സ്ചർ. ഓക്കെ, അതുപോലെ ഇറ്റ് ഡിപ്രസസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിക്സ്. പിന്നെ ഇറ്റ് ഈസ് യൂഷ്വലി ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് TS ഇൻ ദി മിക്സ്, ടോട്ടൽ സോളിഡ് TS.